മണികണ്ഠൻചാലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ബിജുവിനായുള്ള തിരച്ചിൽ 5ാം ദിവസവും വിഫലം. കഴിഞ്ഞ 4 ദിവസങ്ങളിൽ നേവിയുടെയും ഫയർഫോഴ്സ്, സ്കൂബ, NDRF ടീമിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ വ്യാപകമായി തിരച്ചിൽ നടത്തിയിരുന്നു. 5ാം ദിവസത്തെ തിരച്ചിൽ ഞായറാഴ്ച രാവിലെ 7:30 മുതൽ കുട്ടമ്പുഴ, ആനക്കയം, ബ്ലാവന, മണികണ്ഠൻചാൽ ചപ്പാത്ത് ഭാഗങ്ങളിലായി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. കൂടാതെ വനമേഖലയിൽ കുട്ടമ്പുഴ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം തിരച്ചിലിന് നേതൃത്വം നൽകി. പാണിയേലിപ്പോര് ഭാഗത്ത് കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ വനമേഖലയിലും ആലുവ, കൊടുങ്ങല്ലൂർ മേഖലകളിലും ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ നേതൃത്വത്തിലും തിരച്ചിൽ നടത്തി. കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ബന്ധപ്പെട്ട SHOമാരുടെ നേതൃത്വത്തിലും ഇന്ന് ബിജുവിനായി തിരച്ചിൽ നടത്തിയിരുന്നു. കഴിഞ്ഞ 5 ദിവസങ്ങളായി കുട്ടമ്പുഴയിൽ ക്യാമ്പ് ചെയ്ത ആന്റണി ജോൺ MLAയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യനും കോതമംഗലം തഹസിൽദാർ M. അനിൽകുമാറും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നു. മുടിക്കൽ, ആലുവ ഭാഗങ്ങളിൽ അവിടുത്തെ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ നേതൃത്വത്തിലാണ് ആ മേഖലയിൽ ഇന്ന് വിശദമായ പരിശോധന അവിടെ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയിൽ കൊടുങ്ങല്ലൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ സമാനമായ തെരച്ചിൽ ഇന്ന് നടത്തുകയുണ്ടായി. പിന്നീട് കോസ്റ്റൽ മേഖലയിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് SHOമാർക്ക്, ചുമതലയുള്ള SHOമാരുടെ നേതൃത്വത്തിലാണ് ആ മേഖലയിലും ഇന്ന് വ്യാപകമായ തെരച്ചിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ സാധ്യമായ എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ പൂർണ്ണമായ മേൽനോട്ടത്തിൽ ഇന്നലെ നമ്മൾ ജില്ലാ വികസന സമിതിയിലും നമ്മൾ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയിലാണ് കളക്ടർ തന്നെ നിർദ്ദേശം കൊടുത്തുകൊണ്ട് ജില്ലയുടെ വിവിധ മേഖലകളിലേക്ക് ഈ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ മുതൽ അപകടമുണ്ടായി മണികണ്ഠൻചാൽ മുതൽ ആലുവ, കൊടുങ്ങല്ലൂർ അടക്കമുള്ള പ്രദേശങ്ങളിലെല്ലാം വിവിധ വിഭാഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള വ്യാപകമായ തെരച്ചിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. നാട്ടുകാർ വളരെ സജീവമായി 5 ദിവസവും ഇവർ വ്യാപകമായി രാത്രി പകൽ വ്യത്യാസമില്ലാതെ ഈ തെരച്ചിലിൻ്റെ ഭാഗമായി സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോതമംഗലം തഹസീൽദാരും പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും അടക്കം എല്ലാവരും പൂർണ്ണമായി ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ്, ഞങ്ങളെല്ലാവരും ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല നിലയിൽ തന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നമ്മുടെ സാധ്യതയ്ക്ക് അനുസരിച്ചുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യാപകമായ തെരച്ചിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.